ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളെ വീണ്ടും ഒരു എഡിറ്റോറിയലുമായി റിലേറ്റ് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കറിയാം പി എസ് സി ഇപ്പം കുറേ അധികം മാറ്റം വന്നിട്ടുണ്ടല്ലോ. അതായത് കൃത്യമായിട്ട് എക്സാംസ് സിലബസ് വരെ അവരെന്ത് പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 15-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് 16-ാം തീയതി തന്നെ അവർ കറക്റ്റായിട്ട് സിലബസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇഷ്ടംപോലെ എക്സാംസിന്റെ പബ്ലിഷ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കറിയാം ഒരു വർഷത്തിൽ 9 മാസത്തെ ഇനിയിപ്പം പബ്ലിഷ് ചെയ്യാനുണ്ട് അവിടെ. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താ ജനുവരി 30-നുള്ളിൽ തന്നെ അവർ ഫുൾ ആയിട്ട് പബ്ലിഷ് ചെയ്ത് തീർക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ അതേപോലെ ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ എന്താ ജനുവരി 31-ന് അല്ലെങ്കിൽ ഫെബ്രുവരി 1-ന് മാത്രമേ ഔട്ട് ആവുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നാം തൊട്ടായി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ അവർ ജനുവരി 30-ഓടുകൂടി എന്താ 2025-ലെ എല്ലാ എക്സാമിനും സിലബസ് കംപ്ലീറ്റ് സിലബസ് ഔട്ട് ആക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതേപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പി എസ് സി കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് അവിടെ എക്സാം കലണ്ടർ, അതേപോലെ ഒരു വർഷത്തെ എക്സാം കലണ്ടർ കംപ്ലീറ്റ് ആയിട്ട് വന്നു, 1-ാം തീയതി വന്നു. അതുപോലെ എക്സാം സിലബസ്, അതേപോലെ മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നും, അതേപോലെ എക്സാം കലണ്ടർ, ബാക്കിയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതേപോലെയുള്ള പല എഡിറ്റോറിയലുണ്ട്. ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ മനസ്സില്, വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്നുകൊണ്ട് കുറെ അധികം മാറ്റങ്ങൾ ഇപ്പൊ പി എസ് സി വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ വാർഷിക പരീക്ഷാ കലണ്ടർ, അതുകൂടാണ്ട് കായിക പരീക്ഷാ കലണ്ടർ എല്ലാം പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പം വേണ്ടത് എന്താന്ന് വെച്ചാൽ ആനുവൽ നോട്ടിഫിക്കേഷൻ കലണ്ടർ എന്നുള്ള രീതിയിൽ, ആനുവൽ നോട്ടിഫിക്കേഷൻ കലണ്ടർ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 812 നോട്ടിഫിക്കേഷൻസ് ആണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ജനുവരി മുതൽ നവംബർ 30 വരെ ഏകദേശം 459 നോട്ടിഫിക്കേഷൻസ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഡിസംബർ മാസം മാത്രം എന്ത് ചെയ്തു, 353 നോട്ടിഫിക്കേഷൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. അത് ഏജ് കട്ടായി പോകും, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം അതിന് പകരം ഇത് ഇപ്പൊ ഡിസംബർ മാസം 353 എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം എന്താ കറക്റ്റായിട്ട് ഓരോ ഇവന് ഇപ്പം ജനുവരി മാസം 2025 ജനുവരി മാസം ഇന്ന നോട്ടിഫിക്കേഷൻസ് ഇറങ്ങും, ഫെബ്രുവരി മാസം, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ എന്താ കൃത്യമായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ ഡേയ്സിലും എന്താ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം കലണ്ടർ എന്താ പി എസ് സി പബ്ലിഷ് ചെയ്തതിന് അത് വളരെയധികം എന്താ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഹ് ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി, സോ അടുത്ത നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കും. ഓക്കെ, ഇപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ കഴിഞ്ഞു, അവർ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി അല്ലെ. അതേപോലെ എന്താ ഈ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് കേസിലൊക്കെ എന്താ അങ്ങനെയാണ് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താ അങ്ങനെയല്ല, നേരെ മറിച്ച് ഇപ്പം പറയാൻ എൽ എസ് ടി ഡി ഐ, അതേപോലെ ഐ ഇ ഒ, അതുപോലെ ലെക്ചറിൻ പോളി ഇലക്ട്രോണിക്സ്, ഇതൊക്കെ എന്റെ ഒന്നും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ എന്താ അവർ അവിടെ നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് പല കേസിലും എന്താ പല എക്സാമ്പിളും ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ഒരു ടെന്റേറ്റീവ് കലണ്ടർ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം എന്താ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയിപ്പം ഇലക്ട്രിക്കലിന്റെ കേസിൽ വരാനുള്ള ഓവർസീ ഗ്രേഡ് 1 പി ഡബ്ല്യു ഡി ഉണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ഉണ്ട്. ഇതിനൊക്കെ 2026 വരെ വാലിഡിറ്റി അവിടെ ഉണ്ട്. 2026 വരെ എനിക്ക് തോന്നുന്നു ഒക്ടോബർ സെപ്റ്റംബർ അങ്ങനെ എന്തോ ആണെന്ന് എന്റെ ഒരു കണക്കൂട്ടല്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോ 2026 ജനുവരിയിലോ ഒക്കെ ഈ ഒരു ട്രെൻഡ് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ 2026 ജനുവരിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 പി ഡബ്ല്യു ഡി. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം ആണെന്നുണ്ടെങ്കിലാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇനിയിപ്പോ വരുന്നല്ല, ട്രെൻഡ് പ്രകാരമാണെങ്കിൽ 2026 ജനുവരി അല്ലെങ്കിൽ മേ ബി 2025 ലാസ്റ്റ്, അതൊരു ഏജ് കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ 2025 ലാസ്റ്റിലൊക്കെ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങാം. അപ്പൊ ഇത് നമുക്കറിയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എന്താ ഓരോ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചുള്ള ഇനിയിപ്പോ അടുത്ത അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നില്ല കാര്യം കൃത്യമായിട്ട് എന്താ 2025 വരുന്നുണ്ടെങ്കിൽ അത് ആ ആനുവൽ കലണ്ടറിൽ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എന്താ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ എക്സാം എന്ന് വെച്ചാൽ കുറച്ചധികം ലോങ് ടേം ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതേ ആ ഒരു രീതിയിൽ എന്താ നമുക്ക് പി എസ് സിയുടെ സൈഡിൽ ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നേക്കുന്നത്. വാർഷിക പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചതോടുകൂടി കൂടാതെ കായികക്ഷമത, എൻഡൂറൻസ് ടെസ്റ്റ് എന്നിവയുടെ വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ച പി എസ് സി നടപടി അഭിനന്ദനാർഹമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മുൻകൂട്ടി തയ്യാറെടുക്കാൻ ഇത് ഏറെ സഹായകമാകും. വിജ്ഞാപനങ്ങളുടെ വാർഷിക കലണ്ടർ പുറത്തിറക്കാൻ കഴിഞ്ഞാൽ പി എസ് സി നടപടികൾ കൂടുതൽ സുതാര്യമാകും. കഴിഞ്ഞ വർഷം 812 വിജ്ഞാപനങ്ങളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത്. ജനുവരി മുതൽ നവംബർ 30 വരെ 450 വിജ്ഞാപനങ്ങളും ഡിസംബറിൽ മാത്രം 353 വിജ്ഞാപനങ്ങളും പുറത്തിറക്കി. കൃത്യമായ ഇടവേളയിൽ ഈ വിജ്ഞാപനങ്ങൾ വന്നിരുന്നെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സികൾക്കും കൂടുതൽ
സൗകര്യപ്രദമായേനെ. വാർഷിക പരീക്ഷാ കലണ്ടർ എന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറെക്കാലത്തെ ആവശ്യം തൊഴിൽ വീതി അടക്കം പലതവണ ഉന്നയിച്ചിരുന്നതാണ്. ആദ്യമൊക്കെ ഇതിനോട് പുറംതിരിഞ്ഞിരുന്ന PSC ഏറെ വൈകി അനുകൂലമായി പ്രതികരിച്ചു. 2023 മെയ് മുതലുള്ള വാർഷിക പരീക്ഷകൾ ഉൾപ്പെടുത്തി 2023 ഫെബ്രുവരി ആദ്യ വാർഷിക കലണ്ടർ പുറത്തിറക്കി. 2024 ജനുവരി 1 തന്നെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ കലണ്ടർ വന്നു. ഏപ്രിൽ മുതലുള്ള പരീക്ഷകളാണ് ഇതിൽ ഉൾപ്പെടുത്തി. ഈ വർഷം ഏപ്രിൽ മുതലുള്ള പരീക്ഷാ കലണ്ടർ ഉൾപ്പെടുത്തി ജനുവരി 1 തന്നെ കലണ്ടർ അവർ പുറത്തിറക്കി. അതേപോലെ കായികക്ഷമതാ പരീക്ഷ കലണ്ടർ ജനുവരി 2015 വന്നു. അതേപോലെ ഒരു വർഷത്തിനിടെ ഏതെല്ലാം തസ്തികകൾ വിജ്ഞാപനം വരുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്നതും ഉദ്യോഗാർത്ഥികളെ ഏറെ സഹായമാകും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും UPSCയും IBPS ഒക്കെ ഈ രീതിയിൽ മുൻകൂട്ടി കലണ്ടർ ഇറക്കാറുണ്ട്. ഇതേ മാതൃക PSCയും സ്വീകരിക്കും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ SSCയുടെ ഒക്കെ കലണ്ടർ നിങ്ങൾ നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇന്ന സമയത്ത് ഇറക്കും. അതേപോലെ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ടാവുക, ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് CBT 1 എന്നുള്ള രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട്. ഇപ്പൊ IBPSന്റെ കലണ്ടർ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നു അല്ലെ. അപ്പോ ബാങ്കിങ് സെലക്ഷൻ ബോർഡ് അല്ലെ. അപ്പോ IBPSന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. അതേപോലെ IBPSന്റെ തന്നെ ക്ലർക്ക് പിന്നെ PO ഉണ്ട്. അതിന്റെയൊക്കെ എന്താ എക്സാം കലണ്ടർ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. ഇത് RRB ആണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ്, അതേപോലെ ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്ക് തന്നെ അവർ വിളിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്താ അവരവരുടെ ആ ഒരു കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താ നമ്മുടെ കേരള PSCക്ക് എന്ത് ഇതേ മാതൃകയിൽ കൃത്യമായ ഇടവേളകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചാൽ എന്താ കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ LDC LGC സെക്രട്ടറി അസിസ്റ്റന്റ് ഓക്കെ, അതൊക്കെ എന്താ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കാൻ, വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രയാസമുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെ അതായത് എത്ര വേക്കൻസി ഉണ്ടാവുന്നൊക്കെ കൃത്യമായിട്ട് എന്താ അവർക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്താ കുറച്ചും കൂടി ഒന്നും കൂടി ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്റെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അതൊരു നല്ലൊരു എന്താ പറയുക PSCയുമായി റിലേറ്റ് ചെയ്ത് നല്ലൊരു അഭിപ്രായം, കുറച്ചും കൂടി നല്ലൊരു അഭിപ്രായം വരുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.